ഇന്നലെ വലിയ പ്രതിഷേധമാണ്. പക്ഷേ പോലീസിന്റെ വാദം എന്ന് പറയുന്നത് പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അല്ല, ഇന്നലെ രാത്രിയിൽ ഈ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തിട്ടാണ് ശ്രീ ഷാഫി പറമ്പിനെ കാണാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. കേരള പൊതുജന സമൂഹത്തെ ഞെട്ടിച്ചൊരു വാർത്തയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഷാഫി പറമ്പിനെ ഉന്നമിട്ട് രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അയാളെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി കേരള ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിയും DYFIയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ പേരമ്പ്രയിൽ കണ്ടത്. കഴിഞ്ഞ 40 വർഷമായി KSU ജയിക്കാത്തൊരു കോളേജ്, അല്ലെങ്കിൽ UDSF ജയിക്കാത്തൊരു കോളേജ് ഇത്തവണ പിടിച്ചെടുത്തു. ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നിടത്തേക്ക് എന്തിനാണ് മാർക്സിസ്റ്റുകാരും DYFIക്കാരും വരേണ്ട കാര്യം? ഇത്ര വലിയ പോലീസ് സന്നാഹം അവിടെ എന്തിനാണ്? അപ്പോൾ കേരളത്തിലെ ഷാഫി പറമ്പിനെ പോലെയുള്ള ഒരു ഡൈനമിക് പൊട്ടൻഷ്യാലിറ്റിയുള്ള നേതാവിനെ ഉന്മൂലനം ചെയ്താൽ ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ധരിക്കുന്നത്. ഇത് പോലീസിൻ്റെ അതിക്രൂരമായ പൈശാചികമായ ഒരു നരനായാട്ട് തന്നെയാണ് പേരമ്പ്രയിൽ കണ്ടത്. ഇത് മാർക്സിസ്റ്റുകാരുടെ DNA-യിൽ ലയിച്ചു ചേർന്നൊരു കാര്യമാണ് ചോരക്കൊതി എന്ന് പറയുന്നത്. ചോരക്കൊതി, ചോരക്കളിയും ഇവരുടെ തറവാട്ട് സ്വത്തായിട്ട് ഇവർ മാറ്റിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ വകവരുത്താൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റായ K. മാധവൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരള ഗാന്ധി എന്ന് പറയുന്ന കേളപ്പനെ പോലും കൊല്ലാൻ മാർക്സിസ്റ്റ് പാർട്ടി പദ്ധതിയിട്ടിരുന്നുവെന്ന് ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റായ K. മാധവൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, MV രാഘവൻ, K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴല്ലേ നിയമസഭയ്ക്കകത്തിട്ട് അദ്ദേഹത്തെ പട്ടിയെപ്പോലെ തല്ലിയത്? അതിനുശേഷം കൂത്തുപറമ്പിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? കൊല്ലാൻ അവരുടെ കലി തീരാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് തീയിട്ടു, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടിന് തീയിട്ടു. അദ്ദേഹം നടത്തുന്ന പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെ പക്ഷി മൃഗാദികളെ, പാമ്പുകളെ മുഴുവൻ ചുട്ടുകരിച്ചു. എന്നിട്ട് കലി അടങ്ങിയോ? ഇപ്പോൾ ആ രാഘവൻ്റെ അവതാരങ്ങൾ വാഴ്ത്തിക്കൊണ്ട് കിടക്കുകയാണ്. തന്തയെ കൊല്ലാൻ ശ്രമിച്ച ഒരു മകൻ, ആ തന്തയെ കൊല്ലാൻ ശ്രമിച്ച ആളുകളോട് ആ മകൻ തോളെ കയറ്റിക്കൊണ്ട് നടക്കുന്നത് എന്തൊരു അപഹാസ്യമായ കാര്യമാണ്. നമ്മൾ ആലോചിക്കണം. ഇതിനേക്കാൾ ക്രൂരമായ പല സംഭവങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇത്ര പ്രകോപനപരമായ ഒരു കാര്യമുണ്ടാകാൻ കാരണം? ഞാൻ 1980 മുതൽ ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. ശ്രീ K. കരുണാകരനാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ധനുമാസത്തിലെയും 1-ാമത്തെ വെള്ളിയാഴ്ച ശബരിമലയിൽ പോയി ശനിയാഴ്ച രാവിലെ മലയിറങ്ങുന്നത് ഒരു പതിവാണ്. ഞാൻ പറയുന്നു, 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, ഇത് 3 വെച്ചാൽ 475 കിട്ടുമെന്ന് ഇപ്പോൾ നമ്മുടെ പോറ്റിയാണ് തെളിയിച്ചിരിക്കുന്നത്. 4 കിലോ സ്വർണം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കട്ടളയിലെ സ്വർണം, അതുപോലെ തന്നെ മുൻപിലെ ദാരുശില്പത്തിലെ സ്വർണം, ഇതെല്ലാം അടിച്ചു മാറ്റിയത് കേവലം 9 ഉദ്യോഗസ്ഥന്മാരാന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് അറിയാതെ, ദേവസ്വം ബോർഡ് അറിയാതെ ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടക്കില്ല. അപ്പോൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ്, അതുപോലെ ദേവസ്വം മന്ത്രി പ്രതിക്കൂട്ടിലാണ്, ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണ്. എന്തു വിധേനയും ഈ ആക്ഷേപങ്ങളിൽ നിന്ന്, ഈ ആരോപണ ശരങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ജനശ്രദ്ധ തിരിച്ചുവിടാനുമാണ് ബോധപൂർവമായി ഷാഫി പറമ്പിനെ തല്ലി ചതച്ചത്. അദ്ദേഹത്തിന് ഇന്നലെ ഓപ്പറേഷൻ നടന്നുവെന്നാണ് രാത്രിയിൽ അറിയുന്നത്. മൂക്കിൻ്റെ പാളി അദ്ദേഹത്തിൻ്റെ തല്ലി തകർത്തു എന്നാണ് പറയുന്നത്. ഇത്ര നീചമായ ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? കുലംകുത്തി എന്നും കുലകുത്തിയാണ്. മാത്രമല്ല, അതിൽ പ്രതികളായ മുഴുവൻ ആളുകളും വിട്ടയക്കാനുള്ള ധാർമ്മികതയാണ് പുള്ളിയുടെ ധാർമ്മികത എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ മൂക്ക് ഇടിച്ചു തകർത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ, തോക്കിൻ്റെ പാത്തി കൊണ്ട് തല്ലിച്ചാച്ചിട്ടുണ്ട്. എന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും 1 ഇഞ്ച് പുറകോട്ട് പോകാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ തലമുറയിലെ അതിശക്തനായ നേതാവാണ് ഷാഫി പറമ്പൻ. വർക്കിംഗ് പ്രസിഡൻ്റാണ്, വടകര MP ആണ്. അദ്ദേഹത്തിന് കേരളത്തിലെ പൊതുജന സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്. ആ നേതാവിനെയാണ്
ഈ കയ്യാങ്കളിയിലൂടെ തകർക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത്. ഇത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, എൻ്റെ മണ്ഡലമായ കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ തലയടിച്ചു പൊട്ടിച്ചു, ഹെൽമറ്റ് കൊണ്ട്, ചെടിച്ചട്ടി കൊണ്ട്, കമ്പിപ്പാറ കൊണ്ട്. അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.